കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ കിളിമകളെ മഴമുതിരും ചോലകളിൽ കാണാൻ വാ കഥ പറയാൻ വാ പാടാൻ വാ കഥ പറയാൻ വാ കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ. ദമയന്തി എന്ത് ദമയന്തി? ഇത് ഞാനാടാ നിന്റെ അച്ഛൻ സുഗതൻ. നീ ഇന്നും സിനിമ അഭിനയിക്കുന്ന സ്വപ്നം കണ്ടു കിടക്കല്ലേ? അതെ, ഞാൻ നായകനായ അഭിനയിക്കുന്ന സിനിമ. എടാ നിന്നൊന്നും പറയൂ മുതലാളി. അല്ല, തീരാധാരം വേണ്ട, ഇഷ്ടദാനം മതി. ഇഷ്ടദാനം ആവുമ്പോ ചെലവ് കുറയേ. അയ്യോ മുതലാളി, ഈ എഴുത്തിന്റെ കാശ് എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? അത് മുതലാളിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നാ മതി. ശരി ശരി ശരി, വിളിച്ചാ മതി. ഓ ശരി. അച്ഛാ, തീരുമാനം എന്തായി? ഇഷ്ടദാനം മതി. അത് അച്ഛന്റെ തീരുമാനം. ഒരു പടം നിർമ്മിച്ചിട്ട് ഞാൻ നായകനെ അഭിനയിക്കുന്ന തീരുമാനമാണോ ചോദിച്ചത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് സിനിമ പിടിക്കാൻ ഞാൻ 10 പൈസ തരില്ല. എന്ന് അച്ഛൻ പറയുന്നു. ഞാൻ അച്ഛനോട് ആഡംബരമുള്ള ഒരു കാർ ചോദിച്ചോ, ഒരു വീട് ചോദിച്ചോ, 10 ഏക്കർ സ്ഥലം ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ അച്ഛന്റെ ഭരണശേഷം നടക്കുള്ള തന്നെയല്ലേ? അത് ഏത് കാലത്ത്? നിനക്ക് വേണ്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യടാ. അത് അച്ഛന്റെ തീരുമാനം. എനിക്ക് നായകനെ അഭിനയിക്കണം, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഉണ്ണേ, ഞാനൊരു കാര്യം പറയാം. നീ നാളെ എന്റെ ഓഫീസിൽ വന്നിരിക്കണം. എന്നിട്ട് ആധാരം എഴുതാൻ പഠിക്കണം. ആധാരം എഴുത്തുകാരൻ എന്ത് വിലയല്ലേ? എന്ത് വിലയുള്ളെന്നാ? എടാ, നിന്റെ അച്ഛൻ തന്നെ കണ്ടുപിടിക്ക്. ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ കോടീശ്വരനായത്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആധാരം എഴുതാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഈ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത്. അച്ഛന്റെ ആഗ്രഹം തല്ലി കെടുത്തിയ ഇതിന് എന്നെ തുടർന്ന് പഠിപ്പിച്ചോ? എന്തിനു തുടർന്ന് പഠിപ്പിക്കണം? ഡിഗ്രി കഴിഞ്ഞ് നീ തുടർന്ന് പഠിച്ച ആരാവും? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂടാ? അതുകൊണ്ട് നീ എന്റെ ഓഫീസിൽ വന്നിരുന്ന ആധാരം എഴുതാൻ പഠിക്കണം. എന്താടാ പൊട്ട കളിക്കണേ? ഞാൻ സൂപ്പർ സ്റ്റാർ ഉണ്ണിയാണ്. ഇനി മുതൽ നീ സൂപ്പർ സ്റ്റാർ ഒന്നല്ല. ആധാര എഴുത്തുകാരൻ സുഗതന്റെ മകൻ ആധാര എഴുത്തുകാരൻ ഉണ്ണിയാവണം. നീ നാളെ ഓഫീസിൽ വരണം. ഞാൻ വരാം. അവിടെ കാരവൻ ഉണ്ടാവോ? കാരവനാ? പ്യാരിയേ, എന്താ വെച്ചാ? നീ ഇനി ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് നമ്മുടെ ഈ വീടും പുരയിടം ഒക്കെ നിങ്ങളുടെ പേരിക്ക് ഇങ്ങടെ ആക്കിയാലോ? അച്ഛൻ ഇനി അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ഞാൻ അടുത്ത തവണ ലീവിന് വരുമ്പോഴായാലും ചെയ്യാല്ല. എന്തിനാ തിരക്ക് പിടിക്കണത്? ഇല്ലടാ, ഇത് എപ്പോഴായാലും ചെയ്യണ്ടേ. സത്യേട്ടാ, രാവിലെ കഴിക്കേണ്ട ഗുളിക കഴിച്ചോ? രാവിലെ കഴിക്കേണ്ട ഗുളിക ഒരെണ്ണം കഴിച്ചു. 2 ഗുളിക ഉണ്ടോ ഡെയിലി കഴിക്കാന്? 2 ഉണ്ട്. അതിലിപ്പോ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 2 ഗുളിക ഉണ്ട് ദിവസം? 2 ഉണ്ട്. സ്ഥിരം ഇങ്ങനെയാ, ഒരെണ്ണേ കഴിക്കുള്ളൂ, ബാക്കി മറന്നുപോകും. അത് മറക്കാണ്. ഇതൊക്കെ തലയിൽ നിൽക്കണ്ടേ? അതാ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയണേ. അപ്പൊ അത് മനസ്സിലാക്കാതെ വേണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ തലയിൽ നിൽക്കാനാണ്? വേണ്ടാത്ത കാര്യങ്ങളല്ലേ അച്ഛൻ ചിന്തിക്കണ. ഗുളിക കൃത്യമായിട്ട് കഴിച്ച് അവനവന്റെ ജീവൻ നിലനിർത്താൻ നോക്കാം ആദ്യം, എന്നിട്ട് ആധാരമൊക്കെ ചെയ്യാം. അല്ല, ചേട്ടന്റെ അഭിപ്രായം എന്താണ് അച്ഛൻ പറഞ്ഞ കാര്യത്തില്? എന്താ? അപ്പൊ ഏട്ടൻ ഇതൊന്നും കേട്ടില്ലേ? ഒരു മിനിറ്റ്. വിരഹം കനത്തൊരീ വഴികളിൽ കനവിന്റെ പുരികം തളിർത്തു നീ വന്നുവോ, പുരികം തുറന്നു നീ വന്നുവോ. എന്താ പറഞ്ഞു പേര്? എന്താ പറഞ്ഞു? എന്താ ഈ സ്ഥലവും പുരയിടവും നമ്മുടെ പേരിലോട്ട് എഴുതുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം എന്താണെന്ന്? എന്താ അഭിപ്രായം? അവനിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഓർക്കുന്നത് അതല്ല.
ഒരു തുണ്ട് പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ എന്തെല്ലാം വിസ്മയങ്ങൾ തീർക്കാം. കഥ എഴുതാം, കവിത എഴുതാം, നോട്ട്സ് എഴുതാം, നോവൽ എഴുതാം, ആധാരം വരെ എഴുതാം. അതിപ്പോ പേപ്പറിന്റെയും പെന്നിന്റെയും മാത്രം കാര്യമൊന്നും അല്ലടാ. 1 കിലോ അരിപ്പൊടിയും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, എന്തുണ്ടാക്കാലോ. എന്റെ പൊന്നും മോനെ, നിനക്ക് ഈ കവിത എഴുത്തൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിക്കും പൊക്കൂടെ? 40-40 വയസ്സായില്ലേ നിനക്ക്? കല്യാണമൊന്നും കഴിക്കണ്ടേ? അടുത്തത്, ഒരു തുണ്ട് പേപ്പർ അരിപ്പൊടിയുമായി സാമ്യപ്പെടുന്നത് ഒന്നിൽ കവിതയും കഫത്തിന്റെ മരുന്നും വിരി, മറ്റൊന്നിൽ ദോശയും ബ്രെഡും ജനിക്കും. ഗദ്യകവിതയത്. നന്നായിട്ടുണ്ട്. അതിന് അതില് പറഞ്ഞിരുന്നത് ഞാനേ ഇത് ഇപ്പോ കിട്ടുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് അതിന്റെ കണക്ഷൻ വിട്ടുപോകും. എനിക്ക് കിട്ടില്ല കറക്റ്റ്. അതെ പ്യാരിയെ, നമുക്കൊന്നും നോക്കണ്ട. നമുക്ക് ആ ആധാരം എഴുതണ സുഗന്ധന്റെ ഓഫീസ് വരെ ഒന്ന് പോവാ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക. അതന്നെയാ നല്ലത്. അച്ഛ അതിനു വേണ്ടി തിരക്ക് പിടിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? അല്ലല്ലല്ല, അങ്ങനെയല്ല, പോണം. ആധാരമില്ലാതെ ജനിക്കുന്നവനൊക്കെയും വഴിയാധാരം, ആധാരത്താൽ ജനിക്കുന്നവനും അവസാനം 6 അടി മണ്ണിനാധാരം. ഇയാള് പെണ്ണ് കെട്ടാൻ കാത്തിരുന്നാൽ എന്റെ ജീവിതം വഴിയാധാരം. അതാരുടെടാ അത് പ്യാരി? അതെന്റെ അങ്ങനെ പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റിയിട്ട് അവനെ കൊണ്ടുവന്നുണ്ട്. അതെന്തായാലും നന്നായിട്ടാ. അവൻ ആധാരം എഴുതാൻ പഠിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പൊ. ഇനി മനസ്സ് മാറുന്നതിന് മുമ്പ് ആധാരം എഴുതണതിന്റെ ആദ്യ വശങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഒഴിവുള്ള സമയത്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് പഠിപ്പിക്കാം. പിന്നെതാ എന്നാ ഒന്ന് പറഞ്ഞു കൊടുത്തോക്കെ നോട്ട്. വാ. ഹലോ, ആ അടുത്തൊരു പേപ്പർ എടുത്തോ. ഇങ്ങോട്ട് പിന്നെ അതായത് ഉണ്ണിയേട്ടാ, ഈ ആധാരം എന്താന്നറിയാവോ? അറിയാ, മുരളീന്റെ പടം ഗംഭീര പടാ. എന്ത് അവാർഡൊക്കെ കിട്ടിയാണ്. ആണല്ലേ? അല്ല സാർ, ഇപ്പൊ നീ മുരളിയുടെ പടം പഠിക്കാനാണോ വന്നേക്കണ ഇവിടെ? അല്ല ആധാരം അങ്ങനെ പടം ഉണ്ടല്ലോ. ഇപ്പൊ അവൻ ചോദിച്ചത് എന്താ? ആ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. ഒരാളിന്റെ പേരിലുള്ള ഭൂമി, ഓ, ഒരാളിന്റെ പേരിലുള്ള ഭൂമി അത് വേറൊരാളിന്റെ പേരിലേക്ക് മാറ്റുന്ന അടിസ്ഥാന രേഖയാണ് എന്ത്? ആധാരം. എനിക്കൊരു കാര്യം ചെയ്യും, ആധാരം ഇവിടെ എഴുതിയാൻ. ആധാരം എഴുതി കേട്ടാ. ആ താരോ? ഏത് താരോ? മഞ്ജു വാര്യർ. അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഉണ്ണിയേട്ട, ആ താരയല്ല, ആധാരം. ആധാരം എഴുതണം മലയാളത്തിലെ. ആ ഏത് ഈ ദ്വാരത്തിന്റെ ദ്വായില്ലേ? ദ്വാരത്തിന് എന്താ നീ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ദ്വാരത്തിന്റെ ആണോ? ആധാരത്തിന്റെ അങ്ങനെ എഴുത്. നിങ്ങൾ എന്തെന്നാ സുഖേട്ടാ, ആധാരം എഴുന്ന് അറിഞ്ഞുവിടാലോ. അതുകൊണ്ടല്ലേ നമ്മൾ ആധാരം പഠിപ്പിക്കുന്നത്. മാധവന്റെ അങ്ങനെ എഴുത്. അതായത് ഈ കാവ്യ മാധവന്റെ അത് നേരത്തെ പറഞ്ഞാ പോരെ? ആ, കാവ്യാധന ഞാനല്ല തിരിച്ചിട്ട ഞാൻ തിരിച്ചിട്ട അത്രയല്ലോ. ഇത് നേരത്തെ പറഞ്ഞാ പോരെ? കാവ്യാവതന നമുക്ക് അറിഞ്ഞല്ലേ, ഗംഭീര പാടാ. ചന്ദ്രനക്ക് തെക്കല് സ്റ്റാർട്ടിങ് ആ സൂപ്പർ പടാണ്. മറ്റേതോ വിശോധനം അല്ലല്ല, സംഭവം വിഷയം മാറ്റി. ഈ മുറിയിൽ വെളിച്ചക്കുറവ് നല്ലോണ്ട്, നല്ല ബൾബ് മേടിച്ചിട്ടുണ്ട്. കണ്ണട ഒരു കഴിയും ഇതെടുത്ത് സത്യ സാറേ. ആ സുഖം. വരും. നടക്കാൻ ചെറിയൊരു പാടുണ്ടേ. ആ ആ അപ്പോ അല്ല, ഞാൻ മറ്റേ പറഞ്ഞിരുന്നല്ലോ, ഇത് രണ്ടാമത്തെ ആള്. ഗൾഫിലുള്ള എന്നിട്ട് എങ്ങനെ? അപ്പോ നമുക്കിപ്പോ ആകെ അവിടെ ഉള്ളത് 44 സെന്റാണ്. അപ്പൊ അതിന്ന് ഒരു 20 സെന്റും വീടും ഇവന്റെ പേരിലേക്ക് ആക്കണം. പിന്നെ 24 സെന്റ് മറ്റവന്റെ പേരിലേക്ക് വെക്കുക. അപ്പൊ അങ്ങനെ ഉള്ള വസ്തു രണ്ടായിട്ട് അങ്ങോട്ട് വായിക്കണം. അപ്പൊ നമ്മളത് എഴുതുമ്പോഴേ ഇഷ്ടദാനായിട്ട് എഴുതണോ അതോ വിലയാധാരമായിട്ട് എഴുതണോ? അല്ല, ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളൊരു സ്ഥലം മേടിച്ചു കൊടുക്കുക ചെയ്യുമ്പോ വിലയാധാരമായിട്ടാണ് എഴുതാറ്. ഇതിപ്പോ സ്വന്തം മക്കൾക്ക് കൊടുക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടദാനായിട്ട് എഴുതാം. ഇഷ്ടദാനായിട്ട് എഴുതുമ്പോ ഒരു ഗുണമുണ്ടേ,
ആ നമുക്ക് പൈസ കുറയും. ആധാരം എഴുതണതിന്റെ പൈസ അല്ല കേട്ടോ. ആ, അല്ല ഇഷ്ടദാനാവുമ്പോ എന്താ അറിയോ, നമ്മൾ ഈ മൊത്തം വിലയുടെ 0.2% മുദ്ര പേപ്പറിന് വരുള്ളൂ. 1% നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ടി വരും. ആ ആ ആ ഇത് നേരെ മറിച്ച് നമ്മൾ വിലയാധാരമായിട്ടാണെങ്കിൽ 8% നമ്മൾ മുദ്ര പേപ്പറിന് വരും. ഓ, അപ്പൊ നല്ല മാറ്റമുണ്ട്. 2% സർക്കാരിന് കൊടുക്കേണ്ടി വരും. അല്ല ഈ ഇഷ്ടദാനം മതി. അതുപോലെ അച്ഛന്റെ നമ്മുടെ കാലശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ കാണിച്ചാൽ മതി. അതായത് എന്താ പറയാ, അതൊരു തെറ്റിദ്ധാരണ. ഈ ഇഷ്ടദാനം ആവുമ്പോഴും നമുക്ക് പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്കത് ഇഷ്ടദാനമായിട്ട് എഴുതാം. അത് മതിയല്ലേ, ഇഷ്ടദാനം മതി. കാരണം ചെലവ് കാര്യങ്ങളൊക്കെ നോക്കണത് ചെറിയവനാണ്. അവനാണ്. അതെ, അപ്പൊ ഈ ആധാരം ചെയ്യലും രജിസ്ട്രേഷനും രണ്ടാളുടെ പേരിലോട്ട് ആക്കലും കൂടിയൊക്കെ ഒരു ഉദ്ദേശം എത്ര രൂപ വരും? അത് നമ്മുടെ സ്തുതിയെ ഇവിടെ പെരുങ്ങോട് വില്ലേജിലെ സർവേ നമ്പർ 354 അടിച്ചു നോക്കി. കറക്റ്റ് അല്ല നമ്മുടെ സർവേ നമ്പർ. അവിടെ സത്യസാറിന്റെ അച്ഛൻ എഴുതുമ്പോൾ ഞാൻ എഴുതി. സുധേട്ടാ, പെരിങ്കോട്ട് വില്ലേജ് ബ്ലോക്ക് 14 സർവേ നമ്പർ 314/7 ഒരാറിന് 40,200 രൂപ. ഒരാറിന് 40,200. ഒരു 14,000 റുപ്യ വരും. 14,000. ആ ഓ ഓ അപ്പൊ ഒരു 10 രൂപക്ക് ഇപ്പൊ കൊടുക്കാം. ബാക്കി 4 രൂപ രജിസ്ട്രേഷൻ സമയത്ത് തന്നാ മതിയാവില്ലേ? ഇത് മുദ്ര പേപ്പറിന്റെയും സർക്കാരിന് അടക്കേണ്ട പൈസ ഏട്ടാ. ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്തുതി അത് മേടിച്ചു. പിന്നെ എത്ര ഇപ്പൊ വരിക മറ്റേ എഴുതുന്നതിന്റെ? അയ്യോ, അതിപ്പോ ഞാൻ പറയുന്നില്ല. അല്ല, എന്നാലും അതൊക്കെ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അതിലൊന്നും പ്രശ്നമില്ല, ഇത് നടക്കട്ടെ. മതി. പിന്നെ അളക്കണ കാര്യം അച്ഛൻ മറ്റേ രാഘവൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. മതി, പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൊ ശരി, ഞങ്ങളാണ് അപ്പൊ 10 അത് ഞാനിപ്പോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇട്ടുള്ള ഫോണിലിടാം. ഞാൻ ഇട്ടേക്കാം. ശരി ശരി. അച്ഛാ, ഇവിടുന്ന് ഒരു കാര്യം പിടിച്ചു. അതായത് മാതാപിതാക്കൾക്ക് ഇഷ്ടദാനമായിട്ട് മക്കൾക്ക് കൊടുക്കുന്ന എഴുത്തിന് ഒരു പൈസയില്ല, ചെലവില്ല. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ പറയടാ. അപ്പൊ അച്ഛന്റെ സ്വത്തല്ല എന്റെ പേര് എഴുത്തുന്നൂടെ ഇഷ്ടദാനായിട്ട്? എന്റെ രാജേന്ദ്ര, എന്താ രാജേന്ദ്ര? രാജേന്ദ്രൻ കരുതിയില്ലേ ഇന്നായിട്ട് രജിസ്ട്രേഷൻ നടക്കൂലെന്ന്? എന്റെ സാറ് സത്യമായിട്ട് ഞാൻ അയ്യ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ സർക്കാരിന്റെ ശമ്പളം പറ്റിയിരിക്കുന്നവർ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിരിക്കുന്നവരാ. മറ്റു ഓഫീസിലും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. രാജേന്ദ്രൻ ഇവിടെ പുതിയതായിട്ട് വന്നോണ്ടാ അതൊക്കെ. നമ്മുടെ സന്തോഷം. ചുറ്റും വിജിലൻസ് ആണ്. ഒന്നും ഞാനത് വിട്ടുപോയി. രാജേന്ദ്രൻ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, താഴെ മധു എന്ന് പറഞ്ഞ ആ ബേക്കറി ഇല്ലേ, മഞ്ചിമ ബേക്കറി, അത് തന്നെ അവിടെ കൊടുത്താൽ മതി. അത് തന്നെ അതിന്റെ അപ്പുറം ഇരിക്കണേ. മധു പറയും തുകയൊക്കെ, ഞാൻ മധുവിനോട് പറഞ്ഞു അവിടെ കൊടുത്താൽ മതി. ഇവിടെ ഒരു പരിപാടി വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ ശരി. രാജേന്ദ്രൻ, പിന്നെ മോസ്തുതി പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. രാജേന്ദ്രന്റെ ആധാരം എഴുത്തുപോലെ എഴുതാൻ കഴിവുള്ള ഒരൊറ്റ എഴുത്തുകാരൻ ഈ പ്രദേശത്തില്ല ഞാൻ നോക്കിയിട്ട്. എന്തൊരു കൃത്യത, വ്യക്തത, സമ്മതിക്കണം കേട്ടോ. എനിക്കറിയാലോ സാറേ. ഞാൻ ആ സുഹൃത്തിനോട് പലപ്പോഴും പറയാറുണ്ട്, ഈ രാജേന്ദ്രന്റെ ഒരു ആധാരം വാങ്ങിച്ച് നോക്ക്, അത് കണ്ട് പഠിച്ച് അങ്ങനെ എഴുതുന്നു. എന്റെ സാറേ, അങ്ങേർക്ക് എഴുതാനൊന്നും അറിഞ്ഞൂടാ. അറിയില്ല. പിന്നെ കുറെ കാലമായിട്ട് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് ഇങ്ങനെ പച്ചടിച്ച് പോകുന്നു മാത്രമേ ഉള്ളൂ. പഴയ പേര് അത്രേ ഉള്ളൂ, ഇപ്പൊ ഒന്നുമില്ല. അപ്പം അവിടെ കൊടുക്കാൻ മറക്കണ്ട, ബേക്കറി ചായയും കുടിച്ചോടുന്നു. ഓ ശരിയാ. അയ്യോ, ഇയാള് ഭയങ്കര എഴുത്തുകാരൻ തന്നെ. സർവേർ അളന്ന് കുറിച്ച് കൊടുക്കുന്ന എലുകയ ആധാരത്തിന്റെ കരള്. അത് അതുപോലെ കോപ്പി ചെയ്ത് കുറെ വാചകങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് പകർത്തി കൊടുത്തിട്ട് ലോകത്തില്ലാത്ത കാശും മേടിക്കും. ഇപ്പൊ ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നേ? നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ. സാറേ നമസ്കാരം. ഞാനേ ആ രാജേന്ദ്രനോട് പറയായിരുന്നു, ഞാനിപ്പോ അവിടെ പോകുന്നുണ്ടോ? ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു സംഭവം. ഞാൻ അയാളോട് പറയായിരുന്നു ആധാരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സുഗതൻ ചേട്ടനെ കണ്ട് പഠിക്കണമെന്ന്. സുഗതൻ എഴുതിയ ഒരു ആധാരം മേടിച്ച് നോക്കാൻ പറഞ്ഞു. ഓ, അതാണ് എന്നെ കണ്ടിട്ട് വലിയ മൈൻഡ് ചെയ്യാണ്ടാണ് പോയതാണ്. ആയിരിക്കും. സുഗതൊക്കെ എഴുത്തൊന്നും വേറെ ചേട്ടാ. ഒന്നാമത് അവനെ കണ്ട് എഴുതാറ്. ഈ ചുമടെടുത്ത് നടക്കുന്നവനൊക്കെ ആധാരം എഴുതി കഴിഞ്ഞാൽ എന്തിന് കൊള്ളാം. ചുമടെടുക്കുന്നവരൊക്കെ പക്ഷെ അവർ നല്ലതായിട്ട് സമ്പാദിക്കുന്നുണ്ട്.
ഇന്നലെ ഇന്നായിട്ടേ ആകെ 4 ആധാരം ഉണ്ടായുള്ളൂ. അതെ എനിക്കറിയാമല്ലോ, ഞാനാണല്ലോ അത് രജിസ്റ്റർ ചെയ്ത് തന്നെ. പ്രശ്നം എന്ത് വിജിലൻസ് വരുന്ന ഇവിടെ എടുക്കല്. പെട്ടെന്ന് ഞാനേ അപ്പോ നമ്മളിപ്പോ സംവിധാനമൊക്കെ മാറ്റിയിട്ടുണ്ട്. നേരെ പോ വേണ്ട, ഇച്ചിരി ഒന്ന് വളഞ്ഞ വഴി കൂടെ നമ്മുടെ താഴെ മഞ്ചിമ ബേക്കറി ഉണ്ട്, മധു കൊടുക്കാനുള്ളതൊക്കെ അവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇനി സാറെ കാണണമെങ്കിൽ മഞ്ജുവ ബേക്കറിയിൽ വന്നിട്ട് ചായ ബ്രെഡും തിന്നണം. എന്താ സുഖത ഈ പറയുന്നത്? ഓരോ നിമിഷം ഇവിടെ പേടിച്ചായിരിക്കുന്നേ. ഒരുത്തനെ വിശ്വസിക്കാമല്ലോ, കൂടെ ഇരിക്കുന്നവന്മാര് തന്നെ നമുക്കിട്ട് പണി തരും. ഇത് സ്ഥലം വാങ്ങുന്നവരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുദ്ര പേപ്പറിന് എത്ര പൈസ വേണമെങ്കിലും അവർ ചെലവാക്കും. പക്ഷെ എന്നാ സാറിന്റെ ആൾക്കാർക്കോ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചാ അവരുടെ കയ്യിൽ പൈസ ഇല്ല. കാലടിയും പിടിച്ചാൽ 1000 ഉറുപ്പിക എടുത്തേ. അല്ലേലും എല്ലാവർക്കും അവരവരുടെ സന്തോഷമാണല്ലോ വലുത് അല്ലേ? സുഖത്തിന്റെ സന്തോഷം. എഴുതുന്നവർക്ക്, വസ്തു വാങ്ങുന്നവർക്ക് അവരുടെ സന്തോഷം. നമ്മളെ സന്തോഷമൊന്നും ആർക്ക് വിലയില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരും അറിയുന്നില്ല. ഇങ്ങനെ 100 ബുദ്ധിമുട്ടുകൾക്ക് ഇടയ്ക്കാണ് സാറെ പോലുള്ളവരുടെ കാലും അടിയും പിടിച്ച് ഒരു ആധാരമൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. എന്തായാലും നാളെ 2 ഉണ്ട്. നാളെ കാണാം. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നേരെ ബേക്കറി പോയി ചായ ബ്രെഡും കഴിക്കണം. അവിടെ സന്തോഷം അവിടെ ഉള്ള സന്തോഷം അവിടെ കൊടുക്കും. ശരി. ഒരു സബ് രജിസ്ട്രാറായ എന്റെ അവസ്ഥയെ ഇവനൊക്കെ പുള്ള എഴുത്തുകാരെ താങ്ങണം. നിവർത്തികേട്. മോനെ ആടെ ഒരു കുറ്റിയടി ഇവിടെ. അവിടെ അടി. സാറേ അപ്പൊ കുളം അപ്പുറത്ത് വരുമോ? കുളം അപ്പുറത്ത് വരും. അച്ഛാ അങ്ങനെ വരും. അത് പിടിക്കേ ഒരു 13:40 പിടിക്കും. എത്ര? 13:40. 13 മീറ്റർ തെങ്ങിപ്പുറത്താ. നോക്കട്ടെ. അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടെ. അല്ലല്ല, അത് ഒരു നേരെ പോകലൂ. അത് വളഞ്ഞാ പോവില്ലേ? ഇവിടെ ഒരു കുറ്റിയടി. പോയി അടിക്കേ. 11:40. ഭൂമിയെ ചങ്ങലയാൽ വരിഞ്ഞു മുറുക്കി വിഭജനത്തിന്റെ അതിർത്തി വരയ്ക്കുന്നവർ, ഉടമയുടെ അധികാരമോഹത്തിൽ തിരിച്ചുപോക്കിന്റെ താളം ചവിട്ടുന്നു. ഈശ്വര, ഇത് എങ്ങനെ പോയ എന്ത് ചെയ്യ? മോനെ ശീതള, എന്താ ഇവിടെ എന്താ നടക്കണേന്ന് നീ അറിയണ്ടോ? അളക്കുമല്ലേ? അളക്കുവാണ്. നമ്മൾ ഈ അളക്കണേന്റെ രജിസ്ട്രേഷൻ വേഗം നടക്കും. എനിക്ക് എത്ര സെന്റ് അമ്മേ? 100ഓ 50ഓ? അത് ശരി. അപ്പൊ ഇവിടെ എത്ര സെന്റ് ഒന്നും ഉണ്ടോന്ന് നിനക്ക് അറിയില്ലേ? എത്ര? എന്റെ മോനെ ഇവിടെ 44 സെന്റ് അല്ലേ ഉള്ളത്. എനിക്ക് വേണ്ട. എന്താണ് സത്യേട്ടാ ഇവനീ പറയണേ? അപ്പൊ ഇനി നടത്തണേക്കെ എന്തിനാ? എന്നാ നടത്താം. അച്ഛാ, 1 സെന്റ് കൊടുത്ത് ഒരു 20,000 രൂപ കിട്ടുമോ? നീ ഇപ്പൊ അളന്നാൽ കഴിയുമ്പോഴേക്ക് വിൽക്കാൻ പോവാ? അല്ല, എനിക്ക് പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. എടാ, 1 സെന്റിന് ഇവിടെ 2-2.5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ആണോ? ഈ തല തിരിഞ്ഞ് എഴുത്തൊക്കെ മാറ്റിയിട്ട് പല പേപ്പറെങ്കിലും എടുത്ത് വായിക്കടാ. തലയിൽ എന്തെങ്കിലും വെളിവ് വരട്ടെ, കുറച്ച് നാട്ടുകാര്യങ്ങൾ അറിയട്ടെ. അമ്മ അങ്ങനെയാണെങ്കിൽ അത് പ്യാരിക്ക് കൊടുത്തിട്ട് എനിക്കൊരു 20,000 രൂപ തരാൻ പറ. അതെന്താ ചെയ്യേണ്ടതൊക്കെ എനിക്കറിയാം. അതെ, ആധാരം നിന്റെ പേരിലാക്കിയാൽ ആധാരം നിന്റെ കയ്യിൽ തരില്ല. വേണ്ട, അച്ഛൻ വെച്ചാ മതി. ഞാനേ വെക്കൂ. അച്ഛൻ വെച്ചാ മതി. ഞാനേ വെക്കൂ. ഇങ്ങനെ ഒരു പൊട്ടൻ. അച്ഛാ, അതെ, ഈ 44 കൂടാതെ ഒരു 260 കൂടുതൽ കിടപ്പുണ്ടെന്നാ രാവൻ സാറ് പറയണ. അപ്പൊ അതെന്ത് ചെയ്യും നമ്മള്? അതെ, നമുക്ക് ഇതിന്റെ കാര്യം ആദ്യം ശരിയാക്കാം. ഇത് രജിസ്റ്ററിൽ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ആ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതിന് ഒരു ജന്മത്തിന് കൊടുക്കാൻ വേണ്ടി നോക്കണം. അതെ അല്ലേ? അതിപ്പോ അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലേ? ഇതിൽ നമുക്കിപ്പോ ആക്കി അത് എക്സസൈസ് കിടക്കുകയില്ല, രേഖയാവില്ല. രാവൻ സാറേ, ഈ ജന്മത്തിന് കൊടുത്ത് ഈ ജന്മത്ത് കിട്ടുമോ? അത് വില്ലേജിൽ ജന്മത്തിൽ മേടിക്കാൻ കഴിയണം വേഗം. ഈ ജന്മത്തിൽ മേടിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു കാര്യം ചെയ്ത് തന്നെ കിട്ടും നമുക്ക്. ഇത് ഞാൻ ഇന്ന് റെഡിയാക്കി തരാം. ഇത് കൊടുത്തു കഴിഞ്ഞാല് സുഗത അത് പെട്ടെന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞു. അതെ, അപ്പൊ അതാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ. പോട്ടാ. വിട്ടോ. ഞാൻ അധികം താമസിക്കുന്നില്ല, പോയിട്ട് പ്ലാൻ വരക്കണല്ല. ആയിക്കോട്ടെ. ഞാൻ വരാം, ഓഫീസിലേക്ക് വരാം സ്കെച്ച് മേടിക്കാൻ. അല്ല, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ പോവാ. തീർച്ചയായും ഇപ്പൊ ഒന്നും വേണ്ടല്ലോ. എന്തേന്? അല്ല, ഒന്നുമില്ല. അതാ അല്ല,
അതിന്റെ അതൊക്കെ ഞാൻ കണക്കാക്കിയിട്ടുണ്ടല്ലോ. അല്ലേ? മോനാ ഓക്കെ അത് മതി. ഒരു 500 കൂടി ഇങ്ങോട്ട്. ഒരു 500 കൂടി എടുത്തു. ഇതിലുണ്ട് 1500 ഉണ്ട്. അല്ല പോരാ. അതെ അല്ല പോരാ. ആ, ഒരു 500. അത് വേണ്ടി അറിയേ. ഇവ രണ്ട് ഇത് നമ്മളെ കൂടെ കൂടുതൽ. ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ. ശരി എന്നാ